ഹായ്, ഇന്നതാ ഈ ഒരു പീൽ ഓഫ് മാസ്കിൻ്റെ റിവ്യൂ നോക്കാം. ഇത് വളരെ നമ്മൾ സാധാരണ വാങ്ങിക്കുന്ന പീൽ ഓഫ് മാസ്ക് പോലെ ഇച്ചിരി സമയമെടുത്ത് കുറേ നേരം ഇത് ഉണങ്ങാൻ വേണ്ടി വെച്ച് പിന്നെ അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ ഒരുപാട് ടൈറ്റായിട്ട് അത് റിമൂവ് ചെയ്യുമ്പോൾ കുറച്ച് വേദനയൊക്കെ തോന്നുന്ന പോലത്തെ പീൽ ഓഫ് മാസ്ക് അല്ല ഇതൊരു ജെല്ലി ടൈപ്പ് പീൽ ഓഫ് മാസ്ക് ആണ്. റിമൂവ് ചെയ്യാൻ ഭയങ്കര സാറ്റിസ്ഫൈങ് ആയിട്ട് തോന്നി. കാരണം അത്ര ഞാൻ പിരുകത്തിലൊക്കെ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു, എന്നിട്ടും അത് നന്നായിട്ട് തന്നെ എനിക്ക് റിമൂവ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഇതിൻ്റെ ഒരു ആപ്ലിക്കേഷൻ പ്രോസസ്സും അതിൻ്റെ റിമൂവ് ചെയ്യുന്ന രീതിയും. ആൻഡ് ഇത് ഒരു സ്പോൺസേർഡ് ആയിട്ടുള്ള റിവ്യൂ ഒന്നും അല്ല കേട്ടോ. ജസ്റ്റ് ഞാൻ ഈ ഒരു പ്രൊഡക്റ്റ് എനിക്ക് ഇഷ്ടപ്പെട്ടു, അതുകൊണ്ട് ഞാൻ വാങ്ങിച്ചു. എന്നിട്ട് എൻ്റെ ഓണസ്റ്റ് റിവ്യൂ മാത്രമാണ് ഷെയർ ചെയ്യുന്നത്, അല്ലാതെ വേറെ ഒന്നും അല്ല കേട്ടോ. ഓക്കെ, അപ്പം ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത് 2 പാക്കേജിങ്സ് ആണ്. ഒന്ന് പാക്കറ്റ് 1 അതിനകത്തൊരു ജെല്ലാണ്, ഈ ഒരു യെല്ലോയിഷ് കളറിലുള്ള ജെല്ലും. പാക്കറ്റ് 2 എന്ന് പറയുന്നത് ഒരു പൗഡറുമാണ്. അപ്പം ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്യുക, എന്നിട്ട് അപ്ലൈ ചെയ്യാമെന്ന് പറഞ്ഞേക്കുന്നത്. മിക്സ് ചെയ്യുന്നതിന് ഒരു ടൈം പറഞ്ഞിട്ടുണ്ട്, 2 മിനിറ്റിനുള്ളിൽ, അതായത് സ്റ്റാർട്ട് ചെയ്ത് രണ്ടും കൂടെ മിക്സാക്കി 2 മിനിറ്റിനുള്ളിൽ തന്നെ മുഖത്ത് അപ്ലൈ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അല്ലെന്നുണ്ടെങ്കിൽ ഇത് ഹാർഡൻ ആവും. കാരണം ഇത് മാസ്ക് പോലല്ലേ, ഇത് രണ്ടും കൂടെ മിക്സ് ആയി കഴിയുമ്പോൾ ഇത് ആക്ടിവേറ്റ് ആയിട്ട് ഹാർഡൻ ആയി പോവും. സോ 2 മിനിറ്റിനുള്ളിൽ തന്നെ വി ഹാവ് ടു അപ്ലൈ ദ എൻറ്റയർ മാസ്ക് ഓൺ അവർ ഫേസ്. അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് തന്നെ ഇത് മിക്സ് ചെയ്തു. എന്നിട്ട് ഒരു നന്നായിട്ട് തന്നെ അപ്ലൈ ചെയ്തു, തിക്കായിട്ട് തന്നെ അപ്ലൈ ചെയ്തു. ഏകദേശം 10-15 മിനിറ്റ്, 15 to 20 മിനിറ്റ്സ് വെക്കണമെന്നാണ് ഇത് പറഞ്ഞിരിക്കുന്നത്. ഞാൻ ഏകദേശം ഒരു 15 മിനിറ്റോളം വെച്ചു. ഇത് മിക്സ് ചെയ്യുമ്പോൾ നല്ലൊരു ഫ്രേഗ്രൻസ് ഉണ്ട് ഇതിനകത്ത്. അത് നല്ലതാണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് പേഴ്സണലി ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഫ്രേഗ്രൻസ് ആയിട്ട് തോന്നിയില്ല. പക്ഷെ ഒരു ഫ്രൂട്ടി ഫ്ലവറിങ് ഒരു സ്മെല്ലുണ്ട് ഇതിന്. ആൻഡ് ഇതിനകത്ത് ഞാൻ ഇത് അപ്ലൈ ചെയ്തപ്പോൾ ഒരു ചെറിയൊരു ടിങ്ക്ലിങ് ഫീലിംഗ് പോലെയും എനിക്ക് തോന്നിയിരുന്നു. ആൻഡ് അത് ഇൻഗ്രീഡിയൻസ് ലിസ്റ്റിൽ അവർ കൊടുത്തിട്ടുമുണ്ട്, മറ്റേ യൂക്കാലിപ്റ്റസിൻ്റെയും അതുപോലെ ലെമൺ ഓയിലിൻ്റെയും ഒക്കെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. മേ ബി ബിക്കോസ് ഓഫ് ദാറ്റ് ആവാം ഈ ഒരു ടിങ്ക്ലിനെസ് വന്നത്. ആൻഡ് കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്കും അതങ്ങ് സബ്സൈഡായി. പിന്നെ ഒരു കൂളിംഗ് ഫീലിംഗാണ് തോന്നിയത്, ഒരു തണുപ്പ് പോലെ ഫീൽ ചെയ്തു. പിന്നെ ഞാനിത് യൂസ് ചെയ്യാൻ തന്നെ കാരണം ഈ കൊറിയൻ ക്ലീനപ്പ് റുട്ടീൻസൊക്കെ കാണുമ്പം ഇതുപോലത്തെ സിമിലർ ലുക്കുള്ള എസ്തെറ്റിക്കലി പ്ലീസിങ് ആയിട്ടുള്ള പീൽ ഓഫ് മാസ്ക് എന്ന് വെച്ചാൽ സിമ്പിളായിട്ട് പെട്ടെന്ന് തന്നെ അവർ റിമൂവ് ചെയ്യുന്ന ടൈപ്പിലെ പീൽ ഓഫ് മാസ്കുകളൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അങ്ങനെ ഇൻസ്പയർഡ് ആയിട്ടാണ് ഞാനിങ്ങനെ ഫ്ലിപ്കാർട്ടിൽ നോക്കിയപ്പോൾ, ഫ്ലിപ്കാർട്ടിലും കണ്ടു, മീഷോയിലും കണ്ടു. അപ്പോൾ ഞാൻ അങ്ങനെ ട്രൈ ചെയ്തതാണ്. അങ്ങനെയാണ് ഞാനിത് വാങ്ങിയത്. ഇത് ഏകദേശം ഒരു 15 മിനിറ്റ് വെച്ചപ്പോഴത്തേക്കും നന്നായിട്ടത് സെറ്റായിട്ടുണ്ടായിരുന്നു, ഒരു മോൾഡ് പോലെ. അത് കഴിഞ്ഞ് ഞാൻ പതുക്കെ റിമൂവ് ചെയ്തു. പിരികത്തിലൊക്കെ ഇത് പറ്റിയിട്ടുണ്ടായിരുന്നു, പക്ഷേ എന്നാലും നല്ല രീതിയിൽ തന്നെ ക്ലീനായിട്ട് റിമൂവ് ആയി വന്നു. ആൻഡ് ഇത് സത്യം പറഞ്ഞാൽ വേറൊരാൾക്ക് ഇട്ട് കൊടുക്കാനാണെങ്കിലും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. കാരണം ഇനി ഒരു എൻറ്റയർ പ്രോസസ് ഓഫ് അപ്ലൈയിങ് ആൻഡ് റിമൂവിങ് ഇറ്റ് ഇസ് സോ ഫൺ ടു അപ്ലൈ. ആയിരുന്നു, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഇതുപോലത്തെ പീൽ ഓഫ് മാസ്കുകൾ നിങ്ങളും ട്രൈ ചെയ്തിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്ത് അറിയിക്കുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം. അതിലേക്കും ബൈ.